ഹായ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ബെസ്റ്റ് ത്രില്ലർ മൂവീസ്, അൺറേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബെസ്റ്റ് ത്രില്ലർ 5 ത്രില്ലർ മൂവീസിനെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനൊരു പാർട്ട് 1 ആണ് ഇത് ചെയ്തത്. പക്ഷേ ഇതിന് പാർട്ട് 2 അല്ല കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അൺറേറ്റഡ് ആയിട്ടുള്ള ത്രില്ലർ സിനിമകളല്ല, ബെസ്റ്റ് ടോപ്പ് 5 നിൽക്കുന്ന അൺറേറ്റഡ് മലയാളം മൂവീസാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ത്രില്ലർ മൂവീസ് അല്ല കേട്ടോ, ടോപ്പ് 10 ടോപ്പ് 5 നിൽക്കുന്ന അൺറേറ്റഡ് ആയിട്ടുള്ള മൂവീസ്, മലയാളം മൂവീസാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ പിന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 1-2-3 സിനിമകൾ ഞാൻ പറയാം. ലാലേട്ടൻ്റെ ഗുരു എന്ന് പറഞ്ഞ സിനിമ, അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ദേവദൂത് എന്ന് പറഞ്ഞ സിനിമ, കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത സിനിമ, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. പിന്നെ നമ്മുടെ ദിലീപേട്ടൻ്റെ കമ്മാര സംഭവം, മമ്മൂക്കയുടെ ബിഗ് ബി, ഈ സിനിമകളൊക്കെ ഒരു അൺറേറ്റഡ് മൂവി തന്നെയായിരുന്നുള്ളതാണ്. ആ ഒരു സമയത്ത് ഇറങ്ങിയ സമയത്ത്, തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് വലിയൊരു വിജയമാവാതെ പോവുകയും പിന്നീട് ആൾക്കാർ വാഴ്ത്തപ്പെടുകയും ചെയ്യുന്ന സിനിമകളായിരുന്നു ഈ സിനിമകളൊക്കെ. അതുപോലെ ഉള്ള പിന്നെ കുറച്ച് സിനിമകൾ എനിക്ക് തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് ഇഷ്ടപ്പെട്ട സിനിമകൾ, തിയേറ്ററിൽ ഒരു വലിയ പരാജയങ്ങളും പിന്നെ ചെറിയ ഹിറ്റുകളൊക്കെ അടിച്ച സിനിമകൾ ഇറക്കിയെന്നുള്ളതൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 5 സിനിമകളാണ് ഈ ഒരു പാർട്ട് 1 ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് സമകാലിക രാഷ്ട്രീയവും ആൾദൈവങ്ങളുടെ കാപട്യങ്ങളും ചർച്ച ചെയ്ത് 2017 പുറത്തിറങ്ങിയ സിനിമയാണ് ആദ്യത്തെ സിനിമ എന്നുള്ളത്. മുരളി ഗോപി തിരക്കഥ എഴുതി GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത സിനിമ ടിയാൻ. ഇന്ദ്രജിത് സുകുമാരൻ, അതുപോലെ തന്നെ പൃഥ്വിരാജ് സുകുമാരൻ, മുരളി ഗോപി എന്നിവരൊക്കെ പ്രധാന വേഷം, അനന്യ, പത്മപ്രിയ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. വലിയ ബജറ്റിൽ വന്ന സിനിമ ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർ കൈവിട്ടു എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പ്ലോട്ട് എല്ലാവർക്കും ദഹിക്കുന്ന ഒരു പ്ലോട്ട് അല്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഇഷ്ട സിനിമകളിൽ ഒരു സിനിമയായിരുന്നു ടിയ എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഫ്ലോപ്പായിരുന്നു ഈ ഒരു സിനിമ. രണ്ടാമത്തെ സിനിമ എന്നുള്ളത് ഒരു ASRTK മൂവിയാണ്, മലയാളത്തിൽ റിലീസ് ചെയ്ത ASRTK മൂവിയാണ്. ദാവിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളായിട്ടുള്ള മടുത്ത 3 പുരുഷന്മാർ, അവർ അതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കുകയാണ്. അതെന്താണ് സംഭവം, അത് ഇവരുടെ ജീവിതത്തിൽ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്. 2013 ഈ സിനിമ പുറത്തിറങ്ങിയിട്ടുള്ളത്. സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ശംഭു പുരുഷോത്തമനാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. വെടി വഴിപാട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഇന്ദ്രജിത്ത്, മുരളി ഗോപി, സൈജു കുറുപ്പ്, അനുമോള്, അനുശ്രീ, മൈഥിലി എന്നിവരൊക്കെയാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു എറോട്ടിക് കോമഡി, ആക്ഷേപഹാസ്യ മൂവി എന്നൊക്കെ ആ ഒരു വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയാണ് വെടി വഴിപാട് എന്ന സിനിമ. കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. ഈ ഒരു സിനിമ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു 18+ മൂവിയാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമയാണ്. ആസിഫ് അലി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഈ സിനിമയുടെ ആദ്യ പകുതിയിൽ റൊമാൻറ്റിക് കോമഡി മൂഡ് നിലനിർത്തിക്കൊണ്ട് പോവുകയും സെക്കൻഡ് ഹാഫിലേക്ക് അങ്ങോട്ട് കടക്കുമ്പോഴേക്കും പിന്നെ ട്വിസ്റ്റുകൾ കൊണ്ടുള്ള ഒരു ആറാട്ടാണ്. ആ സസ്പെൻസുകൾ പൊട്ടിക്കുന്ന ഒരു സംഭവങ്ങളാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നതാണ്. ഇത് കിട്ടുന്ന മൂവി തന്നെയായിരുന്നു, കിട്ടുന്ന എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സിനിമ എന്നുള്ളത്. സിനിമയുടെ പേര് വരുന്നത് ബൈസിക്കിൾ തീവ്സ് എന്നാണ്. ബൈസിക്കിൾ തീവ്സ്. പിന്നെ ആസിഫ് അലി, അതുപോലെ തന്നെ അപർണ ഗോപിനാഥ്, വിജയ് ബാബു എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു ട്വിസ്റ്റുകളുടെ ഒരു ശാഖര തന്നെയായിരുന്നു സെക്കൻഡ് ഹാഫിൽ എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കുമ്പോൾ അടുത്ത ട്വിസ്റ്റ് എന്നുള്ള രീതിയിൽ സിനിമയുടെ ഒരു അടിപൊളി സംഭവമായിരുന്നു. കണ്ടിരിക്കാൻ പറ്റിയ സിനിമ ബൈസിക്കിൾ തീവ്സ് എന്ന സിനിമ. 2013 ഈ സിനിമ റിലീസ് ചെയ്തത്. കിഡ്ലൻ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു കോമഡി ത്രില്ലർ മൂവിയാണ്. കോമഡി റൊമാൻറ്റിക് ത്രില്ലർ എന്നും പറയാവുന്ന സിനിമയാണ് ബൈസിക്കിൾ തീവ്സ് എന്ന സിനിമ. 4ാമത്തെ സിനിമയും നമ്മുടെ ആസിഫ് അലിയുടെ ഒരു സിനിമ തന്നെയാണ്. 1980 കാലഘട്ടം പശ്ചാത്തലമാക്കി എടുത്തൊരു സിനിമയായിരുന്നു. ഒരു റോബറി വിഷയമാക്കി എടുത്തൊരു സിനിമ. 2015 റിലീസ് ചെയ്ത സിനിമയായിരുന്നു. കോമഡി ത്രില്ലർ മൂവിയാണ്. വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത, ആസിഫ് അലി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ കോഹിനൂർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആസിഫ് അലിയെ കൂടാതെ ഇന്ദ്രജിത് സുകുമാരൻ, വിനയ് ഫോർട്ട്, അജു വർഗീസ്, ചെമ്പം വിനോദ്, അപർണ വിനോദ്, ശ്രദ്ധ ശ്രീനാഥ് എന്നിവരൊക്കെയാണ് ഈ സിനിമ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഭാവന ഒരു പാട്ട് സീനിൽ ഭാവന ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല പാട്ടുകളും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സിനിമയിൽ. കോഹിനൂർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയിൽ എന്നുള്ളതാണ്. പാട്ടുകളൊക്കെ ഹിറ്റായിരുന്നു, അതുപോലെ തന്നെ സിനിമയും ഹിറ്റായിരുന്നു. പക്ഷെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ആസിഫ് അലിയുടെ ആദ്യ നിർമ്മാണ സംരംഭം കൂടിയായിരുന്നു. ആസിഫ് അലി ആദ്യമായി നിർമ്മിച്ച സിനിമ കൂടിയായിരുന്നു കോഹിനൂർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എന്നുള്ളത്. എൻ്റെ ഫേവറേറ്റ് വണ്ണാണ് കോഹിനൂർ എന്ന് പറഞ്ഞ സിനിമ. അടുത്തത് ഇപ്പം റിലീസ് ചെയ്യുമായിരുന്നെങ്കിൽ, ഇപ്പം റിലീസ് ചെയ്താൽ പോലും സൂപ്പർ ഹിറ്റ് ആവുമായിരുന്ന ഒരു പ്രിയദർശൻ മൂവി വെട്ടം. ലെജൻഡുകൾ ഒരുമിച്ച സിനിമയായിരുന്നു വെട്ടം എന്ന് പറഞ്ഞ സിനിമ. ഇപ്പം തന്നെ ടി വിയിലൊക്കെ പിന്നെ പ്രദർശിപ്പിച്ച് കഴിഞ്ഞാൽ TRP റേറ്റൊക്കെ ഹൈ ലെവലിലേക്ക് പോകുന്ന, എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് വെട്ടം എന്ന് പറഞ്ഞ സിനിമ. ഒരു കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. പ്രിയദർശൻ്റെ സിനിമയാണ്. പിന്നെ നമ്മുടെ ദിലീപേട്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത്, ദിലീപേട്ടൻ കൂടാതെ ഭാവന പാനി, കലാപൻ മണി, ജഗതി, ഇന്നസെന്റ്, നെടുപടി വേണു, ജനാർദ്ദൻ, കൊച്ചി അനീഫ, ജഗദീഷ്, സുകുമാരി, ബിന്ദു പണിക്കർ എന്ന് വേണ്ട ഒരു വലിയൊരു താരനിരകൾ, അതായത് ലെജൻസ്, മലയാളത്തിലെ ലെജൻസുകൾ എല്ലാവരും
ഒരുമിച്ച ഒരു സിനിമ, ഒരു കോമഡി, ഫുൾ ആൻഡ് ഫുൾ കോമഡി മൂവിയായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. നല്ല നല്ല പാട്ടുകളുണ്ടായിരുന്നു സിനിമയിൽ. വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സിനിമയാണ് ഈ സിനിമ. ഹിറ്റായിരുന്നു തോന്നുന്നു, പക്ഷേ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാതെ പോയൊരു സിനിമയായിരുന്നു വെട്ടെന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ 5 സിനിമകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ മനോഹരമായ, ഞാൻ പറഞ്ഞ മനോഹരമായ പാട്ടുകളുണ്ടായിരുന്നു ഈ സിനിമയിൽ നിന്നാണ്. അപ്പോൾ ഈ 5 സിനിമകളാണ് പാർട്ട് 1 എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുള്ള മലയാള സിനിമ, അൺറേറ്റഡ് ആയിട്ടുള്ള, അതായത് പിന്നെ ശ്രദ്ധിക്കപ്പെടാതെ പോയ 5 സിനിമകൾ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സിനിമകളാണ്. ടിയാൻ, വെടിവഴിപാട്, പിന്നെ ബൈസിക്കിൾ തീവ്സ്, കോഹിനൂർ, അതുപോലെ തന്നെ വെട്ടം. ഈ 5 സിനിമകളാണ്. അപ്പോൾ വെട്ടം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഇപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗംഭീര കളക്ഷൻ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ റിലീസ് ചെയ്യുമെന്നുള്ളതാണ്. 2003 റിലീസ് ചെയ്ത സിനിമയാണ്. എന്തായാലും ഇതാണ് എൻ്റെ ലിസ്റ്റ്. ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ എത്താൻ ശ്രമിക്കുക. എന്തായാലും ഇത് പാർട്ട് 2, പാർട്ട് 3 ഒക്കെ വരുന്നതായിരിക്കും. ഇത് പാർട്ട് 1 ആണ്. എൻ്റെ ചാനലിൻ്റെ പേര് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഈ ഒരു ചാനലിൻ്റെ പേര് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പേരുകൾ പലരും കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പേര് ഞാൻ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെന്തായാലും പെട്ടെന്ന് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇപ്പോൾ തന്നെ 500 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടേ ഉള്ളൂ. 1000 സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ക്രൈറ്റീരിയ എന്നുള്ളത്. 1000 അല്ല, നിങ്ങളെന്താ പറയുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള സിനിമകളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.